പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്താവിഷയം, കർത്താവിൻ്റെ സമയം വരെയും ക്ഷമയോടൊന്ന് കാത്തിരിപ്പാൻ നിങ്ങൾ തയ്യാറാണോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത ദൈവം. കർത്താവ് ഊവെന്ന് പറഞ്ഞാൽ അത് ഊവൻ തന്നെ. ഫലമുള്ള ഒരു വൃക്ഷത്തിന്മേൽ എപ്പോഴും കല്ലേറുണ്ടാവും. വെറുതെ നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നോക്കി ആരും കല്ലെറിയത്തില്ല. കാര്യം അതിൽ നിന്ന് ഒരു നന്മയും ലഭിക്കാനില്ല. യോസേഫിനെ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, യോസേഫിനോട് വാഗ്ദത്തം ഉണ്ടായിരുന്നു. യോസേഫ് ഫലപ്രദമായ ഒരു വൃക്ഷം മതിന്മേൽ പടർന്ന് പന്തലിക്കും. ഒരു സ്വപ്നം, വാഗ്ദത്തമുണ്ടായിരുന്ന യോസേഫ് കണ്ട ഒരു സ്വപ്നം അവൻ അവതരിപ്പിച്ചപ്പോൾ തൻ്റെ സഹോദരങ്ങൾ അവനെ കൊന്നുകളയുവാൻ നോക്കി. പിന്നീട് അവൻ്റെ ജീവിതം മുൻപോട്ട് പലവിധമായ പ്രതിസന്ധികൾ കൂടെയാണ് കടന്നുപോയത്. എങ്കിൽ അവിടെയൊക്കെയും ക്ഷമയോടെ, ദീർഘക്ഷമയോടെ യോസേഫ് കാത്തിരിക്കുവാൻ ഇടയായിത്തീർന്നു. കാര്യം യോസേഫിനെ അറിയാമായിരുന്നു, വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. ഇന്നല്ല നാളെയെങ്കിലും അത് തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്നുള്ള ഒരേ ഒരു പ്രത്യാശയോടെ യോസേഫ് ആയിരിക്കാനിടയായിത്തീർന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ ശത്രു നമ്മളെ തകർത്ത് കളയുവാൻ പലപ്പോഴും പല ശോധനകൾ, പ്രതിസന്ധികൾ കൊണ്ടെന്ന് ഇല്ലായ്മയാക്കുവാൻ നോക്കുമ്പോൾ നമ്മൾ മനുഷ്യമായ നിലയിൽ ചിന്തിക്കുമോ, ഇനി എന്നോടുള്ള വാഗ്ദത്തം നിറവേറുമോ, അത് ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് തീർച്ചയായിട്ടും കർത്താവിൻ്റെ സമയമാകുമ്പോൾ ദൈവം, നമ്മളുടെ സമയമല്ല, കർത്താവിൻ്റെ റൈറ്റ് ടൈമിൽ ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ എത്തിച്ചേർക്കുകയേ ചെയ്യും. മനുഷ്യർ പറയുന്ന വാഗ്ദത്തങ്ങൾക്ക്, മനുഷ്യർ തരുന്ന നന്മകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് തൻ്റെ കലവറകളെ തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ അതിന് ഒരിക്കൽ പോലും ഒരു അൺലിമിറ്റഡ് ആയ ഒരു അനുഗ്രഹങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത്. എവിടെ ഒരു സ്വപ്നം അവതരിപ്പിച്ച് നിന്ദിക്കപ്പെട്ട് അവിടെ അവൻ തകർക്കപ്പെടുവാനിടയായിത്തീർന്നു, അതേ ആ രീതിയിൽ കൂടെ തന്നെയാണ് അവനെ മാനിക്കുവാനും ദൈവം. അതാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ മനസ്സിലാക്കണം. ആ യോസേഫ് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഫറവോനോട് പറഞ്ഞു കൊടുത്ത നിമിത്തമാണ് തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി അവൻ്റെ കയ്യിലിട്ട് അവനെ ആ ദേശത്തിന് ഒരു മന്ത്രിയാക്കി തീർത്തു. യോസേഫ് പറയാതെ അവിടെ ഒന്നും ചലിക്കാത്ത വണ്ണം ദൈവം അവിടെ എത്ര വിശ്വസ്തനാണ് ദൈവം. ആ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലും ശത്രു നമ്മളെ തകർത്ത് കളയുവാൻ ഓരോ പദ്ധതികളുമായിട്ട് വരുമ്പോൾ നമ്മൾ പറയണം, നന്മ ഞാൻ പ്രാപിക്കും, തിന്മേനെ തൊടുകയില്ല, എൻ്റെ ജീവിതയാത്രയിൽ ഒരു ഖേദവും വരികയില്ല, ഞാൻ ആഗ്രഹിച്ച തുറമുഖം ഞാൻ അണയും, ഒരു കൊടുങ്കാറ്റിനും എന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല, എല്ലാ കടലോളങ്ങൾക്കും എൻ്റെ കർത്താവ് അതിരുവെക്കും, പടകിൽ എൻ്റെ കർത്താവിനോട് കൂടെ സഞ്ചരിക്കും. എത്ര പേർക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും? ഓരോ ശോധനകൾ വരുമ്പോൾ നമ്മൾ പറയണം, എന്നെ തകർക്കുവാനല്ല, എന്നെ മുടിക്കുവാനല്ല, എന്നെ പണിതെടുത്ത് പൊന്നാക്കി പുറത്തു കൊണ്ടുവരുവാൻ അത്രയെന്ന് നമ്മൾ ദൈവസ്ഥനിലൊന്ന് പറഞ്ഞ് ഉറച്ച് ധൈര്യത്തോടെ ഇരുപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.